അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ എൻ്റെ റെസിപ്പി കൂന്തൽ വരട്ടിയതാണ്. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും പത്തിരിൻ്റെയും എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ കൂന്തൽ വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ കൂന്തൽ നല്ലപോലെ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള വെയിറ്റ് ആണ്. ഇത് 2 സവാള നീളത്തിലരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ. വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂന്തൽ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. കൂന്തലിന്റെ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കുക്കിംഗ് ടൈമാണ്. കുക്കിംഗ് ടൈം ശ്രദ്ധിച്ചില്ലെങ്കിൽ കഴിക്കുമ്പോൾ റബ്ബർ പോലെ ഇരിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 4 മുതൽ 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ടത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചായിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ 4 മുതൽ 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് റെഡി ആകുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ അതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, അരിഞ്ഞു വെച്ച പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വേഗത്തിൽ വഴന്നിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഒഴിച്ച് ബാക്കി എല്ലാ പൊടികളും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ മൂത്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലപോലെ കുക്കായി വന്നാൽ ഇതിലേക്ക് കൂന്തൽ വേവിച്ചതിൽ നിന്ന് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കൂന്തലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂന്തൽ ചേർത്തിട്ട് അധിക നേരം കുക്ക് ചെയ്യൊന്നും വേണ്ട. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കൂന്തൽ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള കൂന്തൽ വരട്ടിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്